സിൽവർ ലൈനിനെതിരെ തടസ്സവാദങ്ങൾ നിരത്തി ദക്ഷിണ റെയിൽവേ. ഭൂമി വിട്ടു നൽകുന്നത് റെയിൽ വികസനത്തിന് തിരിച്ചടിയാകും എന്നാണ് കേന്ദ്ര റെയിൽവേ ബോർഡിന് നൽകിയ റിപ്പോർട്ട്. പാതയുടെ വേഗം കൂട്ടലിനെ പദ്ധതി ബാധിക്കും. അലൈൻമെന്റ് നിശ്ചയിക്കും മുൻപ് റെയിൽവേയുമായി ആശയവിനിമയം നടത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സലിം മാലിക്, എന്താണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം? ഒരർത്ഥത്തിൽ സിൽവർ ലൈൻ അടഞ്ഞ അധ്യായമാണ് എന്ന് തന്നെ ദക്ഷിണ റെയിൽവേ നിലപാടെടുത്ത് കേന്ദ്ര മന്ത്രാലയത്തെ അറിയിക്കുകയാണോ? വേണു, സിൽവർ ലൈനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അത് ഒരു പരിധിവരെ ഒന്ന് അടങ്ങിയിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മാത്രമല്ല, ഈ വിഷയത്തിലെ തന്നെ ഏറ്റവും നിർണായകമായൊരു റിപ്പോർട്ട് എന്ന് പറയാൻ കഴിയും. കാരണം ഇതിൽ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ദക്ഷിണ റെയിൽവേയുടെ നിലപാട് വളരെ നിർണായകമായിരുന്നു. അതിലാണ് ഇപ്പോൾ സിൽവർ ലൈനെതിരെയുള്ള റിപ്പോർട്ട് എന്ന നിലയിൽ തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കേന്ദ്ര റെയിൽവേ ബോർഡിന് സമർപ്പിച്ച ഈ റിപ്പോർട്ടിൽ നിരവധി തടസ്സവാദങ്ങളാണ് പറയുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭൂമി വിട്ടുകൊടുക്കുന്നതിലെ തടസ്സമാണ്. അതിൻ്റെ കാരണം റെയിൽവേക്ക് പിന്നീട് ഏതെങ്കിലും കാലത്തൊരു വേഗം കൂട്ടൽ നടത്തുകയാണെങ്കിൽ അതിനെ ബാധിക്കുന്ന നിലയിലാണ് ഈ കേരളിൻ്റെ അലൈൻമെന്റ് ഉള്ളത്. അത് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. മാത്രമല്ല, അലൈൻമെന്റ് അന്തിമമാക്കിയപ്പോൾ ദക്ഷിണ റെയിൽവേയുമായി യാതൊരു വിധത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല. മാത്രമല്ല, നേരത്തെ പല പദ്ധതികൾക്കുമായി എടുത്തിട്ടിരിക്കുന്ന ഭൂമിയൊക്കെയാണ് സിൽവർ ലൈന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിലെ അലൈൻമെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതിലെ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പലതും റെയിൽവേയുടെ ഭൂമിയാണ് എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയപ്പോൾ അതിൽ റെയിൽവേക്ക് ഉണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ചുള്ള പഠനം നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. മാത്രമല്ല, ട്രെയിൻ സർവീസുകൾ നടത്തുന്നതിലുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് പരിഗണിച്ചിട്ടില്ല. ഒപ്പം ഈ പദ്ധതി ഇതിന്റെ ചിലവ് അധിക ബാധ്യത വരുത്തുന്നതാണ് എന്നുള്ള ഒരു രൂക്ഷമായ വിമർശനം കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നു. അത് നേരത്തെ പ്രതിപക്ഷം ഉൾപ്പെടെ രാഷ്ട്രീയ ആയുധമാക്കി ഉന്നയിച്ചതായിരുന്നു. ഇത്തരത്തിലൊരു വലിയ തുക വേണ്ടിവരുന്ന ഒരു പദ്ധതിയാണ് ഇത് എന്നുള്ളത്. അതേ ഒരു ആവർത്തന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന്റെ ഏറെക്കുറെയുള്ള അതേ ആരോപണം ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ടിലും പറയുന്നുണ്ട്. മാത്രമല്ല, സ്റ്റാൻഡേർഡ് ഗേജ് റെയിൽ ശൃംഖലയുമായി ഈ റെയിൽവേ ഈ സിൽവർ ലൈനെ ബന്ധിപ്പിക്കാനാവില്ല എന്നുകൂടി പറയുന്നു. ഒപ്പം കോഴിക്കോടും കണ്ണൂരും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോടും കണ്ണൂരുമുള്ള പല സ്ഥലങ്ങളിലുമാണ് ഈ ഭൂമി ഏറ്റെടുത്ത സ്ഥലങ്ങൾ. അത് മറ്റു പല പദ്ധതിക്കുമായി ഉൾപ്പെടുത്തിയിട്ടുള്ളതും നിശ്ചയിച്ചിട്ടുള്ളതുമാണ് എന്നുള്ളൊരു ആരോപണമുണ്ട്. ഒപ്പം തന്നെ പാലക്കാട് വളവുകളോട് ചേർന്നുള്ളതാണ് സിൽവർ ലൈൻ വരിക. ഇത് റെയിൽവേ വികസനത്തിന് വളരെ ദോഷകരമായി ബാധിക്കും. പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഈ വളവുകൾ നോക്കേണ്ടതായി വരുന്നുണ്ടെങ്കിൽ അതുപോലും നടത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുണ്ടാവുക എന്നുള്ള ഇത് ഉണ്ട്. ഒപ്പം സമരസമിതി നേതാവ് MD തോമസ് ആണ് ഈ വിവരാവകാശ പ്രകാരം ഈ റിപ്പോർട്ട് തേടിയത്. അതിനെ തുടർന്നാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അത് സർക്കാരിനെയും ഒപ്പം തന്നെ സർക്കാർ അഭിമാന പദ്ധതിയായി കൊണ്ടുവരുന്ന സിൽവർ ലൈനെയും വളരെ ദോഷകരമായി ബാധിക്കുന്ന നിലയിലാണുള്ള ആ റിപ്പോർട്ട്. അതുകൊണ്ട് ഇനി സിൽവർ ലൈനിന്റെ ഭാവി എന്ത് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. കാരണം ഈ കേന്ദ്രം എന്തായാലും ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ട് പരിഗണിക്കാതിരിക്കില്ല. ഈ ഭൂമിയും ഒപ്പം തന്നെ ഈ സിൽവർ ലൈൻ കടന്നു പോകുന്ന വഴിയും എല്ലാം അത് ദക്ഷിണ റെയിൽവേയുമായി ബന്ധപ്പെട്ട് അവരുടെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷം മാത്രമേ നടപ്പാക്കൂ. അത് സംസ്ഥാന സർക്കാർ തന്നെ നേരത്തെ അറിയിച്ചതാണ്. അതിലാണ് ഇത്രയധികം തടസ്സവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. വേണു, സലിം മാലിക്, ഈ വൈദ്യുതി വിതരണം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ വരെ പ്രതികൂലമായി ബാധിക്കുമെന്നതടക്കമുണ്ട് ഈ ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ടിൽ. ഇതൊക്കെ ദക്ഷിണ റെയിൽവേയുമായി നല്ല ആശയവിനിമയം നടത്താതെ കേരയിൽ ഇതിൻ്റെ DPR അടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കി എന്ന ന്യൂനതയല്ലേ പുറത്തു കൊണ്ടുവരുന്നത്? ഇത്തരം കാര്യങ്ങളിലുള്ള നോട്ടക്കുറവ് വലിയ തിരിച്ചടിയായി എന്ന് തന്നെയല്ലേ വിലയിരുത്തേണ്ടത്? വേണു, ഉറപ്പായും. കാരണം ഈ റിപ്പോർട്ടിൽ തന്നെ അത് പറയുന്നുണ്ട്. അതായത് വേണ്ട കൂടിയാലോചന ദക്ഷിണ റെയിൽവേയുമായി നടത്തിയില്ല എന്ന്. അതായത് സർക്കാർ വളരെ അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന ഒരു പദ്ധതി. അത് മാത്രമല്ല, അതിൻ്റെ പല നിലയിൽ അത് കേരളത്തിൻ്റെ വികസനത്തെ ബാധിക്കുന്ന വിഷയം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ നിലയിൽ പല വകുപ്പുകളുമായി ഭൂമി പോകുന്നതും കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലേക്കുള്ള കൂടിയാലോചനയാണ്. അതിൽ അവിടുത്തെ നാട്ടുകാരുടെ ആശങ്കകൾ ആദ്യഘട്ടത്തിൽ തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നൊരു വലിയ ന്യൂനത നിൽക്കുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ വൈദ്യുത ലൈൻ ഉൾപ്പെടെ കടന്നു പോകുന്ന സ്ഥലങ്ങൾ അങ്ങനെ എണ്ണി പറയുകയാണ് ദക്ഷിണ റെയിൽവേ തന്നെ ഈ റിപ്പോർട്ടിൽ. അത് ഈ പദ്ധതിയെ എന്തായാലും പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് മാത്രമല്ല, അത് സർക്കാരിൻ്റെ ഈ പരിസ്ഥിതാഘാത പഠനം നടത്തിയ മറ്റു പഠനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പദ്ധതിയുടെ പഠനം നടത്തിയ ആ നിലയിലുള്ള എല്ലാ ഏജൻസികളുടെയും ഒരു വീഴ്ച എന്ന നിലയിൽ തന്നെ നമുക്കിത് കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത് ഒരു സ്വപ്ന പദ്ധതി തുടക്കത്തിൽ തന്നെ ഇത് നടപ്പാകാതെ പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് തന്നെ കാര്യങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. അതിനെ ഇനി എങ്ങനെ മറികടക്കും, ഈ ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ടിനെ എങ്ങനെ പ്രതിരോധിക്കും ഈ സിൽവർ ലൈൻ എന്നുള്ളത് കൂടി കാത്തിരിക്കും. സിൽവർ ലൈനിന്റെ വരുന്ന ഇതിന്റെ ഒരു ഭാവി എന്നുള്ളത്. വേണു, ശരി. സലിം മാലിക് തുടരുക. ഇപ്പോൾ ജോസഫ് സി മാത്യു, രാഷ്ട്രീയ നിരീക്ഷകൻ, ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, ഈ ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം മാധ്യമങ്ങളിൽ വരുന്നത് പരിശോധിക്കുകയാണെങ്കിൽ
അടിസ്ഥാനപരമായി തന്നെ വൈകല്യങ്ങളുണ്ട് കേരളിൻ്റെ ഇത്തരം കാര്യങ്ങളിലെ തീരുമാനങ്ങളിൽ എന്ന് ബോധ്യമാവുകയല്ലേ? ഇങ്ങനെ ഈ പദ്ധതിയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ളതായി പോയി ഈ റിപ്പോർട്ട്. കേരയിൽ തന്നെ അതിനെ വഴിവെച്ചു എന്നല്ലേ കരുതേണ്ടത്? വേണോ, ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരയിൽ എന്ന് പറയുന്നത് ഒരു ജോയിന്റ് വെഞ്ചറാണ്. റെയിൽവേസും കേരള ഗവൺമെന്റും കൂടി ചേരുന്ന ഒരു സംയുക്ത സംരംഭമാണ്. ഇപ്പൊ കേരയിൽ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുകയും അത് റെയിൽവേ അറിഞ്ഞില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഘടനാപരമായിട്ടുള്ള വൈകല്യം കൂടിയാണ് ഈ തിരിച്ചറിയുന്ന ഒരു കാര്യം. രണ്ടാമത് ഇതിന്റെ അലൈൻമെന്റ് സംബന്ധിച്ചാണ്, വളരെ പ്രധാനപ്പെട്ട അലൈൻമെന്റ് സംബന്ധിച്ചുള്ള കാര്യം. അത് ഇതിന്റെ ഉദ്ദേശശുദ്ധിയില്ലായ്മ വളരെ കൃത്യമായി വെളിവാക്കുന്ന കാര്യമാണ്. നമ്മൾ ഓർമ്മിക്കേണ്ടത് അലോക് കുമാർ വർമ്മയെ പോലെ അതിന്റെ അലൈൻമെന്റിൽ വർക്ക് ചെയ്തിരുന്ന ആള്, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അതൊന്നും അത്ര പരിചിതമല്ലാത്ത ആള്, അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. കൊല്ലത്ത് ആശ്രാമം മൈതാനത്തിന്റെ അപ്പുറത്ത് കാക്കനാട് ഇന്ന സ്ഥലം, ഇത് രണ്ടും കൂടി ഇതിലെ കൂടെ തന്നെ പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അലൈൻമെന്റ് നിശ്ചയിക്കാനായിട്ട് ഇവരെ ഏൽപ്പിക്കുന്നത്. ഗവൺമെന്റ് സെക്രട്ടറി തലത്തിൽ അങ്ങനത്തെ ഇടപെടലുണ്ടാകും. ഇപ്പൊ ശാസ്ത്രീയമായി നടത്തേണ്ട പഠനങ്ങളിൽ പോലും ചിലരെ അവിടുത്തെ ഭൂമി, ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അത്തരം ഇടപെടലുകൾ കൊണ്ടുവന്നുകൊണ്ട് കേരളിന്റെ ഒരു സംവിധാനത്തിൽ പോലും വേണ്ട രീതിയിൽ ഡിസ്കഷൻ നടക്കാതെ കൊണ്ടുവന്നൊരു പദ്ധതിയാണെന്നുള്ളതിന്റെ വളരെ എവിഡന്റ് ആയിട്ടുള്ള തെളിവാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്, എന്തിനാണ് ഈ തിടുക്കം കാണിച്ചത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തിരിച്ചടവില്ലാത്ത വായ്പ, 10 വർഷത്തേക്ക് തിരിച്ചടവ് വേണ്ടാത്ത വായ്പ കിട്ടിയാൽ ഇപ്പോൾ ഭരിക്കുന്നവർക്ക് അതെടുത്തിട്ട് ചെലവാക്കാനും സർക്കാരിന്റെ ദൈനംദിന കാര്യങ്ങൾക്ക് കൊണ്ട് നടക്കാനും ഒക്കെ കുറെ സാധിക്കും എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്, ഞാൻ ഈ പറഞ്ഞ പോലെ അഴിമതി. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ മഞ്ഞക്കുറ്റിയും കൊണ്ടുപോയി നാട്ടുകാരുടെ മുഴുവൻ ഉറക്കം കെടുത്തിയതും അവരുടെ വസ്തുവിന്റെ ക്രയവിക്രയം ഒഴിവാക്കുന്ന രീതിയിൽ ഇടപെട്ടതും എല്ലാം. ഇതിന് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടതാണ് സംസ്ഥാന സർക്കാർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സർ ജോസഫ് മാത്യു, ഒരു കാര്യം കൂടി, ഇനിയിപ്പോൾ ഇതിനകത്ത് പ്രതിഷേധം അപ്രസക്തമാവുകയല്ലേ? കാരണം റെയിൽവേ തന്നെ ഇതിനെതിരാകുന്നതോടെ സിൽവർ ലൈൻ അടഞ്ഞ അധ്യായമാകുന്നു എന്ന് വിലയിരുത്താമോ? ഞാൻ അങ്ങനെ കരുതുന്നില്ല. അതിന്റെ കാരണം ഇതിന്റെ താല്പര്യങ്ങൾ വളരെ വലുതാണ്. ക്വാഡ് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ജപ്പാൻ ഇതിലുള്ള ഒരു താല്പര്യം, ഇതിന്റെ ഫണ്ടിങ്ങിലുള്ള താല്പര്യം, നമ്മൾ നിർമ്മല സീതാരാമന്റെ കത്തൊക്കെ പല പ്രാവശ്യം സർക്കാർ വക്താക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ തടസ്സവും റെയിൽവേ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് സാങ്കേതികമായി ശരിയാണ്. പക്ഷെ അതിനപ്പുറത്ത് കേന്ദ്രത്തിൽ ഒരു ഭരണ നേതൃത്വമുണ്ട്. അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്, മൂലധന താല്പര്യങ്ങളുണ്ട്, മറ്റു രാജ്യങ്ങളുടെ താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിന് അനുമതി നൽകിയേക്കാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അനുമതി നൽകിയാലും ഇല്ലെങ്കിലും കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ആദ്യത്തെ മഴയത്ത് ഈ പദ്ധതി ഉപേക്ഷിച്ച് പോകേണ്ടി വരും. ശരി, വളരെ നന്ദി ശ്രീ ജോസഫ് സി മാത്യു പ്രതികരിച്ചതിന്. റെയിൽവേ വികസനത്തിന് തടസ്സമാകും സിൽവർ ലൈൻ എന്ന ദക്ഷിണ റെയിൽവേയുടെ റിപ്പോർട്ടാണ്, അതിന്റെ ഉള്ളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സലിം മാലിക്കാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.